ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു മിനി വ്ളോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഷോപ്പിംഗ് വ്ളോഗിലിട്ടാ. സോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മിനി വ്ളോഗ് ഇതിലുണ്ട്. സോ അതാ നമ്മൾ നേരെ ഫസ്റ്റ് വിട്ടത് നേരെ എടുത്തേക്ക് മാമാൻ്റെ വീട്ടിൽ വിട്ടിട്ടാ. നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലേ രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ ഇത് പരിപാടിയെല്ലാം കഴിയുമെന്ന് നമുക്ക് ഉറപ്പുണ്ടത് കൊണ്ടാണ് ഈ 9 മണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടാ. സോ മാമനാടെ എത്തുമ്പോഴത്തേക്ക് അവരെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാ. അവിടെ നമ്മൾ എന്ത് കഴിച്ചത്, പത്തലും മീൻ കറി ഉണ്ടായതേട്ടാ. സോ അതും കഴിച്ച് പിന്നെന്താ അറിയില്ലേ, എനിക്ക് നല്ല ഭയങ്കര ബൈക്കുന്നുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ബിയ്യം എടുത്ത് ഇരുന്ന് കഴിച്ചു. ഇല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഫോഴ്സാക്കും, തിന്നു നന്നായി ഞാൻ തിന്നില്ല. പക്ഷേ ഇതിൽ ആ ഒരു ഫോഴ്സാക്കാൻ വേണ്ടായിരുന്നു. ഞാൻ എന്നെ നേരെ പോയിട്ട് അടങ്ങി ഇരുന്ന് തിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഈ മീൻ കറിയെല്ലാം തിന്നില്ല കേട്ടോ. ഈ മുളക് വെച്ച കറിയെങ്കിൽ ഞാൻ എൻ്റെ തൊണ്ടയിൽ കുറച്ച് ഇറങ്ങും. അതുകൊണ്ട് ഞാൻ നല്ല പാങ്ങിൽ അറന്ന് കഴിച്ച്. പിന്നെ എന്ത് പറയല്, അയ്യനെ കൂട്ടിയിട്ടാ. ഇന്ന് അയ്യനെ മാത്രം കൂട്ടിയിട്ടാ. എന്താ വെച്ചെങ്കിൽ ഈ കൂട്ടാത്തത് എന്താ വെച്ചെങ്കിൽ ഇക്കാനെ അൽമാക്കൂട്ട എന്നെ ഒന്നും ചെയ്യില്ല. എന്നെ എന്തേട് വേണം പോകാൻ വിടും. പക്ഷേ ഇക്കാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ നിൽക്കാൻ വിടില്ല. സോ ഇന്ന് മൈനിക്കൊക്കെ ഷോപ്പിംഗ് കാര്യമെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ഓനെ കൂട്ടിക്കൊണ്ട് വരാത്തത്. ഇതാ പാത്തുമെല്ലാം ടി വിൻ്റെ മുമ്പിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നില്ലത്. അത് ഞാൻ കഴിഞ്ഞാൽ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞ് ചിട്ടിട്ടുണ്ടല്ലോ. സോ ആ ഷോപ്പിംഗ് വ്ളോഗ് കേട്ടോ. ഇതിൽ ഞാൻ കുറേയൊന്നും ആഡാക്കിച്ചാ. മൈന് വേറെ ഉള്ള അതിൽ ആഡാക്കുന്ന വീഡിയോ മാത്രമേ ഇതിൽ ആഡാക്കിയിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ഗേറ്റിൽ കുടുങ്ങിയിട്ടാ. പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറൊന്നുമല്ല കേട്ടോ, കാമണിക്കൂർ ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ് പിടിക്കാം. 5 മിനിറ്റ് കാത്തിട്ട് ലാസ്റ്റ് ഈ ട്രെയിൻ വന്ന്. പിന്നെ ഇതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആക്കി തന്നെ ഒരു 2 മിനിറ്റ്. അതും കഴിഞ്ഞിട്ട് നേരെ വിട്ടിട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്നേന്ന് ഷോപ്പിങ്ങിന് എന്നെ ഇന്നും സൗണ്ട് ശരിയായിട്ടാ. അതാണ് ഏട്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോണ്ടല്ലോ മൂക്ക് ഇങ്ങനെ അടയുന്നുണ്ട്. സോ എന്താ പറയലേ, അത് ശരിയാകുന്നില്ല. മൂക്ക് ഒരു ദമ്മൂട്ടി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഷോപ്പിങ്ങിന് വന്ന് ഷോപ്പിംഗ് ഇപ്പം കഴിയും കേട്ടോ. ഇപ്പം 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ എന്താ പറയല് ഇതെല്ലാം എടുത്ത് അതിനിടയിൽ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടാ. മെയിൻ ബെഡ്ഷീറ്റ് വേണം. ബെഡ്ഷീറ്റ് ഇല്ല, പേർക്ക് ബെഡ്ഷീറ്റേ ഇല്ല, അതിൽ കീറി പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ബെഡ്ഷീറ്റ് വാങ്ങി. പിന്നെ എന്താ ആടുന്ന് എന്താ പറയല് ഈ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ആടുന്ന് തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ അത് നമ്മൾ നേരെ പോയിട്ട് എങ്ങനെ റെഡി ആയിരുന്നില്ല, ഉപ്പെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എവിടെ പോകാനുണ്ടെന്ന് അറിയോ, മംഗലത്തിന്. എങ്ങനെ റെഡി ആയിരുന്നില്ല. അതിനിടയിൽ ചുമ്മാ റെഡി ആകുമ്പോൾ കുറച്ച് പുട്ടിയിട്ട് അത് കുറച്ച് ഓവറായി കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ക്യാമറ ഓൺ ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫേസ് വെറുതെ ഞാൻ ഇട്ടെന്ന് തോന്നി. പിന്നെ ഞാനിങ്ങനെ അരച്ച് വെച്ചിട്ട് ഒരു സെറ്റാക്കിയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് പുട്ടിയെല്ലാം പോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം, പിന്നെ ഐലൈനറും, പിന്നെ ബാക്കിയുള്ള മുഖത്തെല്ലാം ഞാനിങ്ങനെ അരച്ച് പോയിനും തോന്നുന്നു. ഏകദേശം എനിക്ക് മാക്സിമം പറ്റുന്നത്ര ഇതാക്കിനെ. എനിക്കെന്താ അറിയില്ല, പെട്ടെന്ന് റെഡി ആയതല്ല. അതുകൊണ്ട് നേരെ അയച്ചാൽ പോയി റെഡിയായി വന്ന് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ കണ്ട എൻ്റെ മുഖത്ത് ഒരു സാധനം ഇല്ലല്ലോ. ഞാനിങ്ങനെ ഷാൾ കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതാക്കിട്ടോ. പക്ഷേ ഈ കല്യാണം കുറേ ലോങ് പോകണം കേട്ടോ, കുറേ പോകണം. സോ ഇതാ മംഗലപ്പേരെത്തി. എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ആരും മംഗലെന്ന് അറിയില്ല ഗൈസ്. ഉപ്പൻ്റെ ഫാമിലിയെന്ന് അറിയാം, ആരെന്ന് അറിയില്ല. ആരെയോ പേര് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം എനിക്ക് ഓർമ്മയുണ്ടായിന്, പിന്നെ എനിക്ക് മറന്നുപോയി ആരെന്ന് അറിയില്ല. പിന്നെ എന്താ കറി അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന മാതിരി നിൽക്കണ്ടേ, അതാണ് നമ്മളെ കഴിവ്. പിന്നെ എന്താ പറയല്ലേ, കാറ് നമ്മൾ ഒരു ഉള്ളിലേക്ക് കയറ്റി നേരെ മുറ്റത്ത് അവർ കാല് പൊക്കുമ്പോൾ തുടങ്ങി. ഉള്ളിൽ കയറണ്ട, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ ഉള്ളിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത് അവർ പറഞ്ഞതല്ല, നമുക്ക് അനുസരിക്കണമല്ല. നല്ല ഭംഗിയിൽ ഫുഡ് കഴിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് പുതിയനെ നോക്കുമ്പോൾ പുതിയനുണ്ടാ എൻ്റെ പൊന്നെ. കുറേ നേരം വെയിറ്റ് ആക്കിയിട്ടാ പുതിയന്. പക്ഷെ എവിടെയോ ഷൂട്ടിങ്ങിന് പോകുന്ന ഇത് കൊണ്ട് നമുക്ക് പെണ്ണിനെ നോക്കാൻ പറ്റിയിട്ടാ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന സ്റ്റേജിനെ നോക്കി, അത്രയേ ഉള്ളൂ. പിന്നെ അതിനിടയിൽ അയ്യനെ കാണാതായി. തപ്പി നോക്കുമ്പോഴത്തേക്കും മുറ്റത്തുണ്ടായിന്. പിന്നെ കുറച്ച് നേരം അവൻ്റെ ബാക്കിൽ തന്നെ നടന്നിട്ട. അങ്ങനെ അത് അവൻ നേരെ ഈ പെരക്ക് വന്നിട്ട് കവർ എടുത്തിട്ട് പോകുന്നില്ലത് ഗായ്സ്. പിന്നെ എന്താ പറയല്, പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നില്ല. അതൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂന്ന്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടോ. ഇതുവരെ കറണ്ട് പോയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറണ്ട് വന്നത്. സോ അതിൻ്റെ സൗണ്ട് കഴിച്ചു. ഞാൻ എന്തിനാ ഇതിലെല്ലാം പറയുന്നത്, സാറില്ല, നിങ്ങൾക്ക് സൗണ്ട് കേട്ടതല്ല. അത്
പറഞ്ഞതെന്നുള്ളൂ. പോകുന്ന വഴിയിൽ ഞാനുണ്ടല്ലോ ഉപ്പനെ ഒരു ഫാമിലിയുടെ ഒരു കസിൻ്റെ പേർക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, 2 കസിൻ്റെ പേർക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ പേർക്ക് ഞാൻ പോയിട്ടേ ഇല്ല, അവർ ഇവിടെ കുറേ വട്ടം വന്നില്ല, അങ്ങനെ ഇങ്ങനെ നല്ല പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അത് ഉപ്പ മൈൻഡിൽ വെച്ച് നമുക്കെന്നാൽ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതേ വഴിയിലല്ലേന്ന് പറഞ്ഞിട്ട് നേരെ അതിൽ പോയിട്ടാ. അപ്പം മനസ്സിലായി അല്ലാ എന്താ വെച്ചെങ്കിൽ ഷോപ്പിങ്ങും കുറേ ബാക്കിയുണ്ടല്ലോ, അതും ഇതും ഒന്നിച്ചിട്ടാണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പനോട് പോവാന്നല്ല പറഞ്ഞിട്ട് പോയിട്ടാ. പിന്നെ ആടുന്ന് നമ്മൾ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് പോകുന്നല്ല, അതുകൊണ്ട് ഞാൻ എന്താ പറയില്ല ഞാനൊന്നും ആക്കിയിട്ടാ അയ്യാനൂട്ടാ ഫസ്റ്റ് പോയതാടെ. ആടെ ഒത്തിരമ്മ കണ്ട ഈ ചെക്കന് എൻ്റെ വീണ് കരഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കരഞ്ഞു. പിന്നെ ഓൻ്റെ അത്ര കന്നെ വിട്ടിട കരയിട്ടെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ഒരാഗ്രഹമല്ലേ കരയാൻ, അതുകൊണ്ട് ഓൻ്റെ അത്ര കന്നെ ഓനെ വിട്ട്. പിന്നെ അതാ ജ്യൂസ് തന്ന് ഇരുന്ന് ജ്യൂസെല്ലാം കുടിച്ച് എന്താ പറയല്. ഇനി ആടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് നേരെ നമ്മൾ വിട്ടിട്ടാ. എന്ന് വെച്ചെങ്കിൽ കുറേ നേരം ആടെ ഇരുന്നെങ്കിൽ നമ്മൾ കുറേ ഷോപ്പിംഗ് കാര്യം ഉണ്ടല്ലോ ബാക്കി, അതുകൊണ്ട് നമ്മൾ നേരെ വിട്ട്. പിന്നെ നേരെ എന്താ പറയല് ജുബിമാൻ്റെ അവിടെ പോയിട്ടാ. ഈ ഷോപ്പിംഗ് മാത്രമല്ലല്ലോ ആടെ പോയിട്ടാകുമ്പോൾ കേട്ടോ നമുക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകാനുള്ളത്, പിന്നെ കുറേ സ്ഥലത്ത് പറയാൻ പോകാനുണ്ട്. ജസ്റ്റ് പോകുന്നത് ജസ്റ്റ് കയറി ഇറങ്ങണമല്ലോ, അതുകൊണ്ട് ഫാമിലി പെരക്ക് പോയി. അപ്പോൾ അതാ പെരക്ക് എത്തിയിട്ടാകുമ്പോൾ ഉറക്കം വരുന്നുണ്ടായിന്. ഫുഡ് അടിച്ചതല്ല, മൂക്കിലെ വായിലെ കേച്ചതല്ലേ, സോ അതുകൊണ്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിന്. പക്ഷെ ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് എന്ന് വെച്ചെങ്കിൽ കുറേ പണി ബാക്കിയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഉറങ്ങരുതേ ചെയ്യരുതെന്ന് പറഞ്ഞ് ബാക്കിലേക്ക് കുത്തിയിരിക്കുന്നുണ്ടായിന്. പിന്നെ ആടുന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ എന്തായിരുന്നല്ലോ പെട്ടെന്ന് മഴ. പിന്നെ കാറ് റോട്ടുമേൻ ഉണ്ടായത് കൊണ്ട് നേരെ വണ്ടി അവിടെ വെച്ചിട്ട് കാറിൽ കയറിയിട്ട ഭാഗ്യം. റോഡ് ശരിയില്ലെങ്കിൽ എന്തായാലും നമ്മൾ മഴയിൽ നിന്നില്ലല്ലോ. അടുത്ത പോലത്തേക്ക് തന്നെ മഴ വന്ന് പിന്നെ ഇവിടുന്ന് നേരെ എന്താ പറയല് ഷോപ്പിങ്ങിന് നമ്മൾ കീഞ്ഞത് കേട്ടോ. അത് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ആടുന്ന് നമ്മൾ എന്ത് പറയല് ഇനി എൻ്റെ ചാച്ചാൻ്റെ അവിടെ പോകുന്നില്ലത് ഒരു കുഞ്ഞുമാരെ വീട്ടിൽ പോകാമെന്ന് അറിയിച്ചിട്ടുണ്ടായിട്ട്. ആ കുഞ്ഞുമാരെ അവർ മംഗലത്തിൽ പോയിട്ടുണ്ട്, അതേ മംഗലത്തിന് അവർ പോയിട്ടുണ്ട്. സോ അവിടെ പോകാൻ പറ്റിയിട്ട് ആരുമില്ലല്ല, എങ്ങനെ പോവും? സോ അതുകൊണ്ട് എന്താക്കിയ നമ്മോ നേരെ ചാച്ചൻ്റെ വീട്ടിൽ പോയി. ചാച്ചൻ്റെ വീട്ടിൽ പോയിട്ട് എന്താക്കി സംസാരിച്ചിട്ട് ബാബിനോട് ആടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ. എനിക്ക് നേരെ എന്താ പറയുക നേരെ അങ്കിളിൻ്റെ അവിടെ പോയിന്ന് അങ്കിളിൻ്റെ അവിടെ പോയിട്ട് അമ്പോഴത്തേക്ക് എന്നാലും മനസ്സിന് എന്താ പറയല് എല്ലാ സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ പോലുണ്ടല്ലോ. അതുകൊണ്ട് പറയാൻ പോകുമ്പോഴത്തേക്ക് അതേ വഴിയിലല്ല നമ്മൾ കുഞ്ഞുമേനെ പേര. സോ ആടെ പോകാത്തതുകൊണ്ട് കുറച്ചൊരു എന്താ പറയല് എങ്ങനെയാണ് എപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ചിന്തയായി പോയിട്ട് അവർ എത്ര മണിക്ക് എത്തുന്നൊന്നും അറിഞ്ഞിട്ടല്ല. സോ അതിനിടെ മംഗളിൻ്റെ അവിടെ പോയി. പിന്നെ ചായ ഒരു സുലൈമാനും കുടിച്ചിട്ട് നേരെ പെരക്ക് പോയിട്ട് എൻ്റെ പൊന്നെ റൂം കാണുമ്പോൾ എൻ്റെ അല്ലോ ഒരു ക്ലീനൊന്നും ആക്കിയിട്ട് രാവിലെ എണീച്ചിട്ട് പോയതല്ല. ഫട്ടാഫട്ട് എന്ന് പറഞ്ഞ ഒരു 1.5 മണിക്കൂർ ഇരുന്നിട്ട് അവിടെ തുണിയെല്ലാം മടക്കി എല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് പെട്ടെന്നൊരു സെറ്റാക്കിയിട്ട് എടുത്ത്. പിന്നെയാണ് ഓർമ്മയായത് എന്താ പറയല് പെരക്ക് പോയിട്ടാകുമ്പോൾ പാപ്പ പറഞ്ഞിട്ടുണ്ടായിന് എന്ത് പറയല് ഫുഡ് കഴിക്കാനാണ് രാത്രി പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നാളെ ഷെസുൻ്റെ ബർത്ത്ഡേ കേട്ടാ. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിന്, വേറെ ഒന്നും വാങ്ങാൻ നമുക്ക് പറ്റിയിട്ട് ഗൈസ്. സോ അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് വാങ്ങി. പിന്നെ അതാ ഈ ചെക്കന് ഈടുണ്ടായത് കേട്ടോ. നമ്മൾ ഷോപ്പിങ് പുറത്ത് പോകുമ്പോൾ ഓനെ കൊണ്ടുപോയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഫുള്ള് പരാതി, ഓനെ തച്ച് ഓനെ അതാക്കി ഓനെ ഇതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് കുറ്റം പറയുന്നുണ്ടായിന്. പിന്നെ എന്താ പിള്ളമാരല്ല കണ്ടാ അപ്പം കുറ്റം പറഞ്ഞിട്ട് വന്നത് ഇവിടെ ഇരുന്നിട്ട് ഫോൺ നോക്കുന്ന കണ്ടെങ്കിൽ ഇതന്നെ ആരും വിശ്വസിച്ചിടാന്ന് പറയില്ല, സ്വന്തം മക്കളെ വിശ്വസിച്ചിടാന്ന് ഇതിനാ പറയില്ലേ. സാല പോട്ടെ. പിന്നെ ഇതാ അപ്പോഴത്തേക്ക് ഫുള്ള് കേക്കെല്ലാം കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിന് കേട്ടാ. മോളെന്ന് പറയുന്നത് ഉള്ളിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ പോയിട്ട് അമ്പലത്തേക്ക് പെട്ടെന്നൊന്ന് മുരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായത്. സോ അങ്ങനെ ഇതാ ഒന്ന് സെറ്റപ്പ് ഒന്നുമില്ല. സോ ചെറിയൊരു കേക്ക് കട്ടിങ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക പോകുന്നതായിട്ട് ഫുഡും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ എന്തെങ്കിലും നാളെ അവിടെ പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ കേക്ക് മുറിച്ചത് കേട്ടോ. ഞാൻ കേക്ക് കഴിക്കാത്ത ഞാൻ 2 കഷ്ണം കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് പുള്ളിച്ച മന്തി, അതേ കണക്ക് അൽഫാം മന്തി, പിന്നെ കുറച്ച് സ്പ്രൈറ്റ് അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇരുന്ന് ഒരു തട്ടി പിന്നെ ഒന്നും കണ്ടില്ല. എന്താ പറയല്ലേ കുറച്ച് നേരത്തേക്ക് ഫുഡ് മാത്രമുള്ള ചിന്തയായിരുന്നു. പിന്നെ നല്ല പാങ്ങിൽ കഴിച്ചിട്ടാണ്, നല്ല ഫുഡായിരുന്നു. വേറെ ഇടുന്നല്ല നമ്മളെ റഹ്മാനി എന്ന് കേട്ടാൽ അടിപൊളി ഫുഡായിരുന്നു. സോ ഉമ്മ പേർക്ക് നാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടാ അവർ ഹോട്ടലിൽ നിന്ന് വാങ്ങി. പിന്നെ എന്താ അപ്പോൾ ഒറ്റ കഴിയുമ്പോഴത്തേക്ക് നല്ല മഴ. ഇനി നമ്മൾ പെരക്കെ പോകുന്നു ഗൈസ്. നാളെ ഇക്കൊക്കെ പണിയുണ്ട്, അതുകൊണ്ട് നാളെ പാക്കിങ് കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പോൾ ബായ്.